ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു ജ്യൂസ് അടിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മളിന്ന്. അപ്പോൾ ഫ്രാഷൻ ഫ്രൂട്ട് എനിക്ക് കുറച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ അതെല്ലാം കട്ട് ചെയ്തെല്ലാം മാറ്റി ഒരു ബൗളിലോട്ടെല്ലാം അത് നീക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് മിക്സിക്കകത്തിട്ട് നല്ല രീതിയിൽ അടിക്കണം. പഞ്ചസാര ആദ്യം തന്നെ പറയുവാണ് ഇടരുത്, പിന്നീടാണ് അതിടുന്നത്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സിക്കകത്തിട്ട് അടിക്കണം. അടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഏലക്കായും പിന്നെ അതുകൊണ്ട് ഇഞ്ചിയും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ വേണ്ടായെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. ഞാനപ്പോൾ അത് രണ്ടും ഇടുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പഞ്ചസാര പാവ് കാച്ചുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പം ആ ഒരു ഗ്ലാസിൻ്റെ പാതി പഞ്ചസാര നമ്മൾ ആദ്യം ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് അത് തിളയ്ക്കുന്നിടം വരെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പഞ്ചസാര വന്നു കഴിഞ്ഞിട്ട് ബാക്കി പഞ്ചസാരയും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ല രീതിയിൽ അത് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് അത് ആറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ജ്യൂസിൻ്റെ അകത്തേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കുക. അത് കഴിയുമ്പോഴത്തേനും അത് സെറ്റായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ കൊണ്ടുവന്ന ആൾക്കാർക്ക് കൊടുക്കാം. ഇത് തന്നെ ഒഴിച്ച് കൊടുക്കരുത്. ഇത് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ പാതി അളവിൽ വെള്ളം എടുത്തിട്ട് പാതി ഈ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അല്ല പിന്നീട് പഞ്ചസാരയും കാര്യങ്ങളും ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടിയില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ചൂട് സമയത്തൊക്കെയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണിത്. അതുകൊണ്ട് നമുക്കറിയാലോ ഫ്രാഷൻ ഫ്രൂട്ട് ഏറ്റവും നല്ല സാധനമാണെന്ന്. അപ്പോൾ കുഞ്ഞാപ്പി എൻ്റെ കീഴിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നിരുന്നേത്. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാനും കുഞ്ഞാപ്പിയാണ് കുടിച്ചത്. ടാറ്റാ, ബൈ ബൈ.